നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷാംഗം പി ഷാഹുൽ ഹമീദ്. വളരെ നിരാശാജനകമായ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള നന്നമ്പ്രയിൽ ആ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ബജറ്റിൽ കണ്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ തനിപ്പകർപ്പാണ് ഇത്തവണയും അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഒരു പുതിയ പദ്ധതി പോലും കൊണ്ടുവരാൻ ഭരണസമിതിക്കായിട്ടില്ലെന്നും ഷാഹുൽ ഹമീദ് പ്രതികരിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം കടലാസിൽ ഒതുങ്ങുന്ന പദ്ധതികളാണ് വകയിരുത്തിയിട്ടുള്ളത്. യുവാക്കളെ കായിക മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള യാതൊരുവിധ പദ്ധതിയും ബജറ്റിൽ കൊണ്ടുവരാൻ ഭരണസമിതി ശ്രമിച്ചിട്ടില്ല. പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാക്കിയിട്ടില്ലെന്നും അതെല്ലാം കരാറുകാർ അനാസ്ഥ കാണിച്ച് വൈകിപ്പിച്ചെന്നും ഭരണസമിതി അതിൽ ഇടപെടുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പദ്ധതികൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ബജറ്റാണ് ഇന്ന് പഞ്ചായത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു പഞ്ചായത്താണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിക്കാരുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ നന്നമ്പ്ര പഞ്ചായത്ത്. ആ കർഷകരെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ടായിട്ട് പോലും എല്ലാ പ്രാവശ്യവും നെൽകൃഷിക്കാർക്ക് അവരെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ നിരന്തരമായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ MLA-യോടും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറയുമ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ അവരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഈ ബജറ്റിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനോ ആ രൂപത്തിലെ ഒരു ഇടപെടലുകളും ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പിന്നെ നമുക്കറിയാം, നമ്മളെ പഞ്ചായത്തിനകത്ത് കേരളത്തിലാകെ വളരെ നല്ല രീതിയിൽ മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ നമ്മളെ പഞ്ചായത്തിനകത്ത് 157 വീടില്ലാത്ത ഗുണഭോക്ത ലിസ്റ്റിൽപ്പെട്ട 157 ആളുകൾക്ക് അതിൽ 120 ആളുകൾ എടുത്തപ്പോൾ 64-65 ആളുകൾക്കാണ് ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചിട്ട് പണി തുടങ്ങാൻ സാധിച്ചുള്ളത്. ഈ 120 ആളുകളിൽ ഒരുപാട് ആളുകൾ വീടുണ്ടാക്കി പോയതാണ്. പക്ഷേ നമുക്ക് പഞ്ചായത്ത് കൃത്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മൾ വീടില്ലാത്ത ആ ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും വീട് കൊടുക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു പഞ്ചായത്തിന് എത്രയാണോ വെക്കേണ്ടത് ആ പൈസ മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു വിഹിതം മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം കടലാസിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി, എന്താ പറയുക, നമുക്ക് സർക്കാർ അനുവദിച്ച ആ രൂപത്തിലേക്കുള്ള ഒരു ഇത് മാത്രമാണ് ഇതിൽ വകയിരുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ ആവശ്യത്തിനായാലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളെ സ്പോർട്സ് രംഗത്ത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളെ സ്പോർട്സും അതുപോലെ തന്നെ ആ രൂപത്തിലേക്ക് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് വരുന്നിട്ടുള്ള ഒരു പദ്ധതികളും എന്ത് ചെയ്തിട്ടില്ല, ഈ ബജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സ് കിറ്റിന് എത്രയാണോ മാറ്റിവെച്ചത്
അതുപോലെ തന്നെ കേരളോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ യുവാക്കളെ ഇതാക്കുന്ന 1-2 പദ്ധതികളല്ലാതെ അത് നിർബന്ധമായിട്ട് മാറ്റിവെക്കേണ്ട അതാണ് ഇപ്പോൾ ഇതിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ബജറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കോപ്പി എന്നുള്ള രൂപത്തിലേക്കല്ലാതെ ഈ ബജറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. പുതിയ പദ്ധതികൾ എന്താണ് ഈ ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ പദ്ധതികളൊക്കെ നിർവ്വഹണം നടത്തി ആ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി നടത്തേണ്ട ഒരു പദ്ധതികളൊന്നും നടക്കാത്തൊരവസ്ഥ. അപ്പോൾ അത് ഭരണസമിതിയുടെ പരാജയമാണ്. അതിന് ഇനിയെങ്കിലും ഈ വർഷത്തിൽ കഴിഞ്ഞ 2024-25 ഒരുപാട് വർക്കുകൾ സ്പിൽ ഓവറിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ 2023-24 70% വർക്കുകൾ സ്പിൽ ഓവറിലേക്ക് പോയി. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇവിടെ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അത് കൃത്യമായിട്ട് നിർവ്വഹണം നടത്തുന്നതിനുള്ള ഒരു ഇടപെടലുകൾ നടത്താത്തത് കൊണ്ട് ഒരു ഭരണ പരാജയത്തെ ആണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ബജറ്റ് വളരെ ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തുന്ന ഒരു ബജറ്റായിട്ടാണ് എനിക്കിത് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതുപോലെ തന്നെ ഇത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് അടുത്ത ദിവസം ഇതിൻ്റെ ബജറ്റിൻ്റെ ചർച്ചകളും അതുപോലെ തന്നെ അംഗീകാരവുമാണ്. അതിൽ മാറ്റം വരുത്തി ജനങ്ങളെ അതുപോലെ തന്നെ യുവാക്കളെയും യുവതികളെയും എല്ലാം അവർക്കൊക്കെ ഉതകുന്ന രൂപത്തിലേക്കുള്ള നല്ലൊരു ബജറ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.